അസ്സലാമലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയത്തിനുള്ള ഒരു കറിയാണ്. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുക്കുക, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, ആവശ്യത്തിന് നാരങ്ങനീര്, 1 നാരങ്ങയുടെ കുരു കളഞ്ഞ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനിയുണ്ട് കേട്ടോ വരാൻ. ഇനി 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും സെപ്പറേറ്റ് ആയിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതോ അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചതോ ചേർത്ത് കൊടുക്കുക. ഫൈൻ പേസ്റ്റിനേക്കാളും നല്ലത് ചതച്ചതായിരിക്കും. പിന്നെ 1/4 കപ്പ് യോഗേട്ട്. തൈരാണെങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരും 1 കപ്പ് ഫ്രഷ് ക്രീമും നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇത് ഗ്രിൽ ചെയ്തെടുക്കുക വേണ്ടത്. ഈ ചിക്കൻ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഗ്രിൽ ചെയ്യാം. ഓവണിലോ അല്ലെങ്കിൽ ഇനി ചാക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. ഈ 2 ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടർ ഒഴിച്ചിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ആ പൊരിക്കുന്ന സമയത്ത് തൈരും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിം ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ മസാല കരിയാൻ ചാൻസ് ഉണ്ട്. സോ അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇതിൽ സവാളയോ തക്കാളിയോ മല്ലിയിലയോ പുതിനയിലയോ വേപ്പിലയോ അങ്ങനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പൊരിച്ചു വെച്ച ചിക്കന് മറ്റൊരു പാത്രത്തിലെടുത്തിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ യോഗേട്ടും അതുപോലെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ഡൽഹിയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇത്. ഇതിൽ ഈ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഇനിയും നമുക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ നല്ല ചൂടായി തിളച്ചുകൊണ്ടിരിക്കുന്ന ബട്ടർ. ശരിക്കും സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ സെയിം എമൗണ്ട്, ഈ ഗ്രേവി എത്രയുണ്ട് ആ സെയിം എമൗണ്ട് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്ന അത്രയ്ക്കാണ് ഒഴിക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനൊരു എമൗണ്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഇനിയും നമുക്ക് കുറച്ച് ചാറ്റ് മസാലയൊക്കെ ചേർത്ത് അതിൽ കുറച്ച് ബട്ടറൊക്കെ ചേർത്തിട്ട് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് പറയുന്നില്ലെങ്കിലും ഇതിൽ എത്രത്തോളം ബട്ടറും ചാറ്റ് മസാലയും ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. ഒരു പുതിയ ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അസ്സലാമു അലൈക്കും.